ഓണം മെമ്പർ ഭാഗ്യശാലി ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. നെട്ടൂർ സ്വദേശിനിക്കാണ് ലോട്ടറി അടിച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവർ ഇന്ന് ടിക്കറ്റ് ബാങ്കിൽ ഹാജരാക്കുമെന്നായിരുന്നു ലോട്ടറി ഏജന്റായ ലിതീഷ് കഴിഞ്ഞ ദിവസം നമ്മളടുത്തൊക്കെ പറഞ്ഞത്. ലോട്ടറി അടിച്ചതായി സംശയിക്കുന്ന സ്ത്രീ ഇപ്പോഴും അതൊന്നും ശരിക്കും സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് അവരുടെ വ്യക്തിപരമായ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എസ് രാഗിനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. രാഗിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം റിയ ആയിരുന്നു ഭാഗ്യവതിയെ തപ്പി ഇറങ്ങിയത്. ഇന്ന് ആ ഡ്യൂട്ടി രാഗിൻ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷേ മുന്നിലേക്ക് വരുന്നില്ല അല്ലേ? ചിലപ്പോൾ വരാതിരിക്കാനും സാധ്യതയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ പുറത്തുവിടാൻ താല്പര്യമില്ലാത്ത ഒരാളായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. ഇപ്പോഴും ഒരു കൗതുകം നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ? തീർച്ചയായും കൗതുകവും ആകാംക്ഷയും ഒക്കെയാണ് ഏവരെയും സംബന്ധിച്ചിടത്തോളം. ആരാണ് ആ ഭാഗ്യവാൻ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഇപ്പോൾ അത് ഭാഗ്യവതി എന്ന് കുറച്ചുകൂടി വ്യക്തമാകുന്ന തരത്തിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പ്രത്യേകിച്ചും ഒക്കെ ഉള്ളത്. TH 577 825 ഈ ടിക്കറ്റ് ഇപ്പോൾ ആരുടെ കയ്യിലുണ്ട് എന്നതാണ് ഏവരും ചോദിക്കുന്ന ചോദ്യം. ആ ഭാഗ്യശാലിയെ തെരഞ്ഞാണ് ഇപ്പോൾ കേരളം ഒന്നാകെ പരതിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ലതീഷ് ലോട്ടറി ഏജന്റ് വ്യക്തമാക്കിയത് അവർ ഇന്ന് അത് ചെയ്യും കോടതിയിൽ എന്നതാണ്. നെട്ടൂര് സ്വദേശിനിക്ക് തന്നെയാണ് ഇത് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യവും അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. പക്ഷേ അവർ അത് സ്ഥിരീകരിക്കാത്തിടത്തോളം കാലം, അവർ അത് പങ്കുവയ്ക്കാത്തിടത്തോളം കാലം അതൊരു സസ്പെൻസായി തന്നെ നിൽക്കും എന്നതും തീർച്ചയാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടിയുണ്ട്. ലോട്ടറി അടിച്ചതായി കരുതപ്പെടുന്ന സ്ത്രീയുമായി നമ്മുടെ പ്രതിനിധികളടക്കം സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവരത് സ്ഥിരീകരിക്കുന്നില്ല ഇപ്പോഴും. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയെങ്കിലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരും എന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം ശനിയാഴ്ചയാണ് ലോട്ടറി അടിച്ചത്. അതിനുശേഷം അവധി ദിവസമായിരുന്നു ഇന്നലെ. ഇന്ന് തിങ്കളാഴ്ചയാണ്. എത്രയും വേഗം അത് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുമുണ്ട്. അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി ഒരു പക്ഷേ പുറത്തേക്ക് വരും. പിന്നെ അവരുടെ കാര്യമാണത്, എത്രത്തോളം അവർക്ക് പുറത്തേക്ക് പറയണം, അത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചൊക്കെ അവരുടെ കാര്യമാണ്. പക്ഷേ